ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ എക്സാം ആണല്ലേ? എല്ലാവരും എക്സാമിന് പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി ടീച്ചർ പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് ക്ലാസ്സസ്, അത് എഴുതാനും വായിക്കുവാനും പഠിക്കുന്ന റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്രമീകരിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ STD 1 പോകുമ്പോൾ, ക്ലാസ് 1 പോകുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിനായിട്ട് STD 1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKGയിൽ നിന്നും UKGയിലോട്ട് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസും നൽകുന്നുണ്ട്. മാത്തമെറ്റിക്സ് ബേസിക്, ഇപ്പോഴും ഒത്തിരി കുട്ടികൾക്ക് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതെല്ലാം ചേർത്തിട്ട് മാത്സ് ബേസിക് ക്ലാസ്സസ് വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട്. 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ, അതായത് മലയാളം ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിവേദനം തയ്യാറാക്കുക, കോൺവെർസേഷൻ, ഡയറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള എക്സാം ടോപ്പിക്സ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ക്ലാസ്സാണ് മലയാളം ഇംഗ്ലീഷ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്. അതിന് പുറമെ ഒത്തിരി വർക്ക്ഷീറ്റ്സ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഏത് ക്ലാസ് ആണോ ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈയെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ബട്ടർഫ്ലൈ നമ്മൾ ആദ്യം എന്താ എഴുതാനുള്ളേ? ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ആദ്യം ഇതെന്താണെന്ന് എഴുതുക. ഇപ്പോൾ അംബ്രല്ല ആണെങ്കിൽ ദിസ് ഈസ് എ അംബ്രല്ല, കൈറ്റ് ആണെങ്കിൽ ദിസ് ഈസ് എ കൈറ്റ്, ഡോഗ് ആണെങ്കിൽ ദിസ് ഈസ് എ ഡോഗ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്തിൻ്റെ പിക്ചറാണോ അതാണ് ആദ്യത്തെ സെൻറ്റൻസായി ഡിസ്ക്രിപ്ഷനിൽ എഴുതാനുള്ളത്. ഇനി അതിൻ്റെ കളർ എഴുതാം, ഷേപ്പ് എഴുതാം. അത് ബിഗ് ആണോ സ്മോൾ ആണോ, ബ്ലൂ കളറാണോ യെല്ലോ കളറാണോ. അപ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് ബട്ടർഫ്ലൈ. ഇതൊരു വലിയ ബിഗ് ബട്ടർഫ്ലൈ ആട്ടോ. അപ്പം ഇറ്റ് ഈസ് എ ബിഗ് ബട്ടർഫ്ലൈ. ഇനി അതിന് എന്തൊക്കെയാണുള്ളത്? അതിന് കണ്ണുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 2 eyes. ചിറകുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 2 wings. കാലുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 4 legs. അപ്പോൾ എന്താണോ നൽകിയിരിക്കുന്ന പിക്ചറിൽ അതിനുള്ളത്, ആനിമലിനുള്ളത്, അതെന്ത് ചെയ്യുക? ഇറ്റ് ഹാസ് എത്ര എണ്ണമാണോ ഉള്ളത്, എന്നിട്ട് എന്താണോ ഉള്ളത് അത് എഴുതുക. ഇനി അതിൻ്റെ കളർ എഴുതാം. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇതിൻ്റെ കളർ ഇറ്റ് ഈസ് ഓറഞ്ച് ഇൻ കളർ, ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ. ഏറ്റവും ലാസ്റ്റ് എന്ത് എഴുതണം? ഐ ലൈക്ക് ദ, ഏത് പിക്ചറാണോ അത്, ബട്ടർഫ്ലൈ ആണെങ്കിൽ ബട്ടർഫ്ലൈ, ഐ ലൈക്ക് ദ ബട്ടർഫ്ലൈ. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് മനസ്സിലായല്ലോ. ആദ്യം നൽകിയിരിക്കുന്ന പിക്ചർ, ഏത് പിക്ചറാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ദിസ് ഈസ് എ. ആദ്യം എന്താണ് എഴുതാനുള്ളത്? ദിസ് ഈസ് എ, ദിസ് ഈസ് എ, ദിസ് ഈസ് എ, അതിൻ്റെ പേര് എഴുതുക. ഇനി ഇറ്റ് ഈസ് എ ബിഗ് അല്ലെങ്കിൽ സ്മോൾ ബട്ടർഫ്ലൈ, ഡോഗ് ആണെങ്കിൽ ബിഗ് ഡോഗ്, സ്മോൾ ഡോഗ്, എന്താണോ അത് എഴുതുക. ഇനി ഇറ്റ് ഹാസ് എത്ര എണ്ണമുണ്ട്, എന്താണുള്ളത്? ഇറ്റ് ഹാസ് 2 eyes, 2 wings, 4 legs. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് 2 wings. ഇനി അതിൻ്റെ കളർ എഴുതാം. ഇറ്റ് ഈസ്, ഏത് കളറാണോ, ഇൻ കളർ, ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ, ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ, ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ. ഇനി ചിറകിനുകളുടെ കളർ മാത്രമാണെങ്കിൽ എന്ത് എഴുതണം? ദ വിങ്സ് ആർ റെഡ്, ദ ഐസ് ആർ ബ്ലൂ, ദ ലെഗ്സ് ആർ ബ്രൗൺ. ഓക്കെ, ലാസ്റ്റ് എന്ത് എഴുതാം? ഐ ലൈക്ക് ദ ബട്ടർഫ്ലൈ, അല്ലെങ്കിൽ ഡോഗ് ആണെങ്കിൽ ഡോഗ്, ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ്, കൈറ്റ് ആണെങ്കിൽ കൈറ്റ്, അത് എഴുതുക. മനസ്സിലായോ? ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് എപ്പോഴും ദിസ് ഈസ് എ, സെക്കൻഡ് സെന്റൻസ് ഇറ്റ് ഈസ് എ ബിഗ് ആണോ സ്മോൾ ആണോ, ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി അതിൻ്റെ കളറിനെ കുറിച്ച് എഴുതുക. ലാസ്റ്റ് എന്ത് എഴുതുക? ഐ ലൈക്ക് ദ ബട്ടർഫ്ലൈ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അടുത്ത് വരുന്നതാണ് ഐ ക്യാൻ ഡ്രൈവ് എ കാർ ഇൻ ദ ജംഗിൾ, ഹൂ ആം ഐ. എനിക്ക് ജംഗിളിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും, ഞാൻ ആരാണ്? ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? ഇത് ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ആരാണ്?
ബെയർ. ആരാണ്? ബെയർ. ഉത്തരം എന്താ? ബെയർ. ഓക്കെ. ഐ ക്യാൻ ഡ്രൈവ് എ കാർ ഇൻ ദ ജംഗിൾ. ഹൂ ആം ഐ? ബെയർ. അടുത്ത ചോദ്യം. ഐ ഹാവ് 3 ചിക്സ്. റിൽ, ജിൽ ആൻഡ് ഡിൽ. ഹൂ ആം ഐ? നമ്മൾ കഴിഞ്ഞ ടേമിൽ പഠിച്ചു. റിൽ, ചിൽ, ജിൽ. ഐ ഹാവ് 3 ചിക്സ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. റിൽ, ചിൽ, ജിൽ. ഹൂ ആം ഐ? ഞാൻ ആരാ? പാരറ്റ്. ആരാണ്? പാരറ്റ്. പാരറ്റിന്റെ കുട്ടികളാണല്ലോ റിൽ, ജിൽ, ഡിൽ. അതുപോലെ വരുന്ന മറ്റൊരു ചോദ്യം, നമ്മൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ എന്താ എഴുതേണ്ടേ? വേർ ആർ യു ഗോയിങ്? കോൺവെർസേഷൻ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ആൻസർ നൽകിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. എവിടെ പോകുന്നു എന്ന് ചോദിക്കാനായിട്ട് എന്താ വേണ്ടേ? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഇനി എവിടെ പോകുന്നു എന്ന് പറയാൻ ഐ ആം ഗോയിങ് ടു പാർക്ക്. ഐ ആം ഗോയിങ് ടു സ്കൂൾ. Okay children, bye bye. Thank you.